റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് പവിത്രൻ ഓലശ്ശേരി എഴുതിയ ഡിറ്റക്റ്റീവ് നോവലായ ടൈം. അനുഭവ തീവ്രത സമ്മാനിക്കുന്ന മലയാളത്തിലെ വേറിട്ട കുറ്റാന്വേഷണ നോവൽ. കേൾക്കാം, ആസ്വദിക്കാം. രാത്രി. അർദ്ധചന്ദ്രന്റെ ചന്ദന നിറമുള്ള ഉടയാടയണിഞ്ഞ് പുഞ്ചിരി തൂവുന്ന രാത്രി. കുളിരിന്റെ നേർത്ത ശുരാവസ്ത്രം അന്തരീക്ഷത്തിൽ വിരിക്കുന്ന കാറ്റ്, നിലാവിന്റെ മദ്യം നുകർന്ന് നിർവൃതി പൂണ്ടു നിൽക്കുന്ന ഒറ്റപ്പെട്ട വൃക്ഷങ്ങൾ, സുഷുപ്തിലായിക്കൊണ്ടിരിക്കുന്ന ഭൂമി, മരുഭൂമിയിൽ എന്ന പോലെ ആൾപ്പാർപ്പില്ലാതെ അനന്തതയിലേക്ക് പടർന്നു കിടക്കുന്ന കരിമൺ പ്രദേശങ്ങൾ, ശാന്തമായ സമുദ്രത്തിൽ വല്ലപ്പോഴും കാണുന്ന കപ്പലുകൾ പോലെ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെട്ടു മറയുന്ന ചെറുകുന്നുകൾ, വിജനമായ ടാറിട്ട റോഡിലൂടെ കാർ അതിവേഗം പായുകയായിരുന്നു. സ്പീഡോമീറ്ററിൽ നിന്നും 80 മുകളിലേക്ക് കയറുന്ന സൂചി. ഡ്രൈവ് ചെയ്യുന്ന റെയ്നോൾഡിന്റെ മനസ്സിലപ്പോൾ ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ: എത്രയും വേഗം വെല്ലിംഗ്ടണിൽ എത്തുക. റെയ്നോൾഡ് വാച്ചിലേക്ക് നോക്കി. സമയം 12:50. ലക്ഷ്യമെത്താൻ ഇനിയും 200-ലേറെ കിലോമീറ്റർ താണ്ടേണ്ടിയിരിക്കുന്നു. ശക്തിയായ കാറ്റ് കാറിനകത്ത് വട്ടം കറങ്ങി. റെയ്നോൾഡ് ഗ്ലാസ് ഉയർത്തി വെച്ചു. പിന്നെ ഒരു കാസറ്റ് എടുത്ത് സ്റ്റീരിയോയിലിട്ടു. ബില്ലി ജീനിന്റെ ഉന്മാദത്തിന്റെ വരികൾ, ജാസിന്റെ നെഞ്ചിടിപ്പിക്കുന്ന ശബ്ദം. മ്യൂസിക്കിലൂടെ റെയ്നോൾഡ് സിൽവിയെ കണ്ടു, തന്റെ പ്രിയ കാമുകി സിൽവിയയെ. ഓ സിൽവി, ഞാനിതാ നിന്നടുക്കിലേക്ക് വരുന്നു. റോക്കറ്റിന്റെ വേഗതയിൽ ഈ രാവ് കൂടെ പുലരുമ്പോൾ നീ ഉറക്കപ്പെട്ടെഴുന്നേൽക്കുന്നത് എന്റെ മുഖം കണ്ടുകൊണ്ടായിരിക്കും. റെയ്നോൾഡിന്റെ മനസ്സ് മന്ത്രിച്ചു. 8 മാസത്തെ അസ്വസ്ഥത മുഴുവൻ നാളത്തെ രാവിൽ ഇറക്കി വെക്കാം. മതിവരുവോളം ഇറുകെ പുണർന്ന് വികാരം കൊള്ളാം. കണ്ണുകളോട് ചേർത്ത് നിമിഷങ്ങളോളം അന്യോന്യം മറന്നിരിക്കാം. ഓർമ്മകൾ കുളിരായി റെയ്നോൾഡിന്റെ മനസ്സിൽ അരിച്ചു നടന്നു. ബിസിനസ് അഡ്മിനിസ്ട്രേഷന് തുടർന്ന് പഠിക്കാനാണ് അവളെ പിരിഞ്ഞ് മറ്റൊരു നഗരത്തിലേക്ക് പോകേണ്ടി വന്നത്. അവളെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലായിരുന്നു, പക്ഷേ മറ്റു മാർഗവുമില്ലായിരുന്നു. ആഴ്ചയ്ക്ക് 1-2 കത്തുകൾ, ഫോൺ കോളുകൾ. എന്നാൽ തന്നെ കാണുമ്പോൾ സ്നേഹം കൊണ്ട് നിറയുന്ന കണ്ണുകൾ, ചുവന്നു തുടുക്കുന്ന മുഖം. ഇനിയും രാവേറെ കഴിയുമ്പോൾ, പുലരിത്തുടുപ്പ് തെളിയുമ്പോൾ താൻ അവൾക്ക് മുന്നിൽ. അവന്റെ ഹൃദയം വികാരഭാരത്താൽ തിങ്ങി. സിൽവിയ, നമ്മൾ എന്നാണ് പിരിഞ്ഞത്? അതെ, അന്ന് തന്നെ. ആരുടെയും ശല്യമില്ലാതെ നമ്മൾ എന്നും ചെന്നിരിക്കാറുള്ള സിനോയ് കുന്നിൻ മുകളിൽ വെച്ച് യാത്ര പറയാൻ വാക്കുകൾ കിട്ടാതെ ഞാൻ വെമ്പിയത് ഇന്നും എന്റെ നെഞ്ചിലുണ്ട്. കേട്ടപ്പോൾ സിനോയ് കുന്നിൻ മുകളിൽ ഇരുൾ പരക്കുന്ന സന്ധ്യയിൽ നിന്ന് നീ എന്റെ നെഞ്ചിൽ വീണ് വിങ്ങി വിങ്ങി കരഞ്ഞത് ഇന്നും എന്റെ കൺമുന്നിലുണ്ട്. ഇക്കഴിഞ്ഞ 1 വർഷം, ഓ അതോർക്കുവാൻ കൂടി വയ്യ. അതൊരു യുഗം തന്നെയായിരുന്നില്ലേ സിൽവിയ? ഇല്ല, ഇനിയും നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല. അവൻ സൈഡിലേക്ക് നോക്കി. സിൽവർ ബോൺ മരങ്ങളിലൂടെ തന്നോടൊപ്പം പ്രയാണം തുടരുന്ന ചന്ദ്രൻ. മനസ്സ് ഒന്നുകൂടെ ഹർഷോന്മാദനമായി. സിൽവിയ, ഇതുപോലുള്ള എത്രയെത്ര രാവുകളിൽ നമ്മൾ സ്വയം മറന്നിരുന്ന് പാടിയിട്ടുണ്ട്. എന്റെ ഗിറ്റാറിന്റെ തന്ത്രികളിൽ നിന്നുയരുന്ന നാദത്തെക്കാൾ മാധുര്യമുള്ള നിന്റെ ശബ്ദരഹരിയിൽ ലയിച്ച് എത്ര തവണ ഞാൻ ആ മടിയിൽ തലചായ്ച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. അത്തരം ഓർമ്മകൾ മാത്രം അവശേഷിക്കുന്ന അവസാനത്തെ രാത്രിയാണിത്. നാളത്തെ രാവ് നമ്മൾക്ക് വേണ്ടിയുള്ളതാണ്. ഓർമ്മകളിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ ഹെഡ്ലൈറ്റിന്റെ പ്രകാശധാരയിൽ ദൂരെ ഒരു കാർ. അതിനടുത്ത് നിന്ന് ഒരാൾ തന്റെ കാറിന് കൈ കാണിക്കുന്നു. ഗിയർ ന്യൂട്രലിലേക്ക് മാറി, കാൽ ബ്രേക്കിലേക്ക്. അയാൾക്കരികിൽ ചെന്ന് കാർ നിന്നു. ഇടത്തെ സൈഡ് മിറർ താഴ്ത്തിയപ്പോൾ അയാൾ പറഞ്ഞു, ക്ഷമിക്കണം, അടുത്ത ടൗൺ വരെ എനിക്കൊരു ലിഫ്റ്റ് തരുമോ? എന്റെ കാറിനെന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു. ഓ തീർച്ചയായും. അവൻ ഡോർ തുറന്നു കൊടുത്തു. ഓവർകോട്ടും തൊപ്പിയും അണിഞ്ഞിരുന്ന അയാൾ കാറിൽ കയറി. അജാനുബാഹുവായ അയാളെ റെയ്നോൾ ശരിക്കും ഒന്ന് വീക്ഷിച്ചു. കനത്ത ഗൗരവം നിറഞ്ഞ മുഖം, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ എല്ലാ ഭാവങ്ങളും അയാൾക്കുണ്ട്. നല്ല ബലിഷ്ഠമായ ദേഹവും. കാർ വീണ്ടും മുന്നോട്ടെടുത്തപ്പോൾ അയാൾ തൊപ്പിയൂരി മടിയിൽ വെച്ചു. എന്താ പേര്? റെയ്നോൾ ചോദിച്ചു. റദർഫോർഡ്. ഗംഭീര സ്വരം. കുറച്ചു ദൂരത്തേക്കാണെങ്കിലും കാറിലൊരു കൂട്ടായില്ലേ എന്നവൻ കരുതി. റെയ്നോൾഡ് മറ്റെന്തെങ്കിലും ചോദിക്കാനാഞ്ഞ നിമിഷം അയാൾ അവനോട് ചോദിച്ചു, നിങ്ങളുടെ പേര്? റെയ്നോൾഡ്. എവിടേക്ക് പോകുന്നു? വെല്ലിംഗ്ടൺ. കൂടുതൽ എന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല.
ഹെഡ്ലൈറ്റിന്റെ പ്രകാശത്തിലേക്ക് നോക്കി ഇമ വെട്ടാതെ അയാൾ ഇരുന്നു. അയാളുടെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ അവനൊന്നും ചോദിക്കാനും തോന്നിയില്ല. അവൻ ഡ്രൈവിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പോൾ റദർഫോർഡിന്റെ ശബ്ദം വീണ്ടും കേട്ടു. നിങ്ങൾ വളരെ വിദഗ്ധമായി ഡ്രൈവ് ചെയ്യുന്നു. താങ്ക് യു. പെട്ടെന്ന് അയാൾ ഉറക്കെ ചിരിച്ചു. റെയ്നോൾഡ് അമ്പരപ്പോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. പൊടുന്നനെ ചിരി നിർത്തി. അയാൾ റെയ്നോൾഡിനെ നോക്കി പറഞ്ഞു, നിന്റെ ഡ്രൈവിംഗിന്റെ അവസാനത്തെ മുഹൂർത്തമാണിത്, ജീവിതത്തിന്റെയും. അയാൾ തന്റെ കോട്ടിന്റെ ഉൾവശത്ത് നിന്നും ഒരു റിവോൾവർ കയ്യിലെടുത്തു. അത് അവന്റെ ചെവിക്ക് നേരെ നീണ്ടു. അവൻ ഞെട്ടിത്തിരിച്ചു. ഒരു നിമിഷം മാതാപിതാക്കളെയും സിൽവിയെയും അവൻ ഓർത്തു. കാർ നിർത്തൂ. പരുക്കൻ സ്വരത്തിലുള്ള അയാളുടെ ആജ്ഞ. ഒപ്പം റിവോൾവർ ചെവിക്ക് മുകളിൽ സ്പർശിച്ചതിന്റെ തണുത്ത അവസാനത്തെ അറിവായി അവൻ അറിഞ്ഞു. സ്റ്റോപ്പ് ദ കാർ. റദർഫോർഡിന്റെ മുഴക്കമുള്ള ശബ്ദം വീണ്ടും ഉയർന്നു. ഒരു നിമിഷം പെട്ടെന്ന് അവന്റെ കാൽ ബ്രേക്കിൽ അമർന്നു. ടയർ ഉരഞ്ഞ് കാർ റോഡിലൊന്ന് വട്ടം കറങ്ങി. ആ ഉലച്ചിലിൽ റോഡിലേക്കും ഫ്രണ്ട് ഗ്ലാസിലേക്കും റദർഫോർഡിന്റെ തല ചെന്നിടിച്ചു. ഡോർ തുറക്കപ്പെട്ടു. ആ നിമിഷം ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ വലത്തോട്ട് ചെരിഞ്ഞ് ഇടതുകാലുകൊണ്ട് അവൻ അയാളെ ആഞ്ഞു ചവിട്ടി. അയാൾ പുറത്തേക്ക് തെറിച്ചു വീണു. റദർഫോർഡിന് നിലത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നതിന് മുമ്പ് റെയ്നോൾഡിന്റെ കാർ അസ്ത്രത്തിന്റെ വേഗതയിൽ കുതിച്ചു നീങ്ങി. കാറിന് പിന്നിലെ ചുവന്ന ബൾബ് വിദൂരതയിൽ ഒരു ബിന്ദുവായി മാഞ്ഞില്ലാതാകുന്നത് നോക്കി അയാൾ അവിടെ നിന്നു. അപ്പോഴും വിട്ടുമാറാത്ത അമ്പരപ്പോടുകൂടി നെറ്റിയിലെ വിയർപ്പ് തുടച്ച് റെയ്നോൾഡ് യാത്ര തുടർന്നു. എല്ലാം ഒരു സ്വപ്നം പോലെയോ മായ പോലെയോ ഒക്കെയാണ് അവന് തോന്നിയത്. ആരുടെ ഭാഗ്യം കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടത്? ഡാഡിയുടെയോ മമ്മിയുടെയോ സിൽവിയുടെയോ അതോ തന്റെ തന്നെയോ? ഇത് തന്റെ രണ്ടാം ജന്മമാണ്. ഇക്കാര്യം സിൽവിയയോട് പറഞ്ഞ അവക്കിത് വിശ്വസിക്കാൻ നന്നേ പ്രയാസമാവും. സ്നേഹം നിറഞ്ഞ വേദനയോടെ തന്റെ മാറിൽ മുഖം അമർത്തി കരയും. റദർഫോർഡ് ആരാണ് അയാൾ? അയാൾ എന്തിനാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചത്? പണത്തിനു വേണ്ടിയല്ലെന്നതുള്ളത് ഉറപ്പ്. പിന്നെ ഇപ്പോഴും ആ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. നെഞ്ചിൽ ഇപ്പോഴും ഇടിമുഴക്കങ്ങളാണ്. അവന് നല്ല വിശപ്പ് അനുഭവപ്പെട്ടു. രാത്രി സഞ്ചാരികളുടെ വിശ്രമ താവളമായ ഹൈവേ സ്ട്രീറ്റ് എത്തി. 2-3 ഹോട്ടലുകൾ, ഒരു പെട്രോൾ ബങ്ക്, മറ്റു ചില വർക്ക്ഷോപ്പുകൾ മാത്രമുള്ള ഹൈവേ സ്ട്രീറ്റ് 24 മണിക്കൂറും സജീവമാണ്. ഒരു ഹോട്ടലിന് മുന്നിൽ കാർ നിർത്തി. ഹോട്ടലിലേക്ക് കയറി. ബേറർ കൊണ്ടുവച്ച തണുത്ത വെള്ളം ഒറ്റ വലിക്ക് അകത്താക്കി. ഡ്രൈ ചിക്കനും ബ്രെഡും ടേബിളിലെത്തി. ആർത്തിയോടെ അതൊക്കെ വാരി വലിച്ചു തിന്നുമ്പോഴും ആ സംഭവം തന്നെയായിരുന്നു മനസ്സിൽ. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ശേഷം പെട്രോൾ അടിക്കാനായി കാർ പെട്രോൾ ബങ്കിന് മുമ്പിൽ കൊണ്ടു നിർത്തി. സെയിൽസ്മാൻ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്നു. പെട്രോൾ ബങ്കിനപ്പുറം പോലീസ് കൺട്രോൾ റൂമാണ്. ഒരു നിമിഷം ആലോചിച്ചു, ചെന്ന് വിവരം പറഞ്ഞാലോ? പിന്നെ തോന്നി വേണ്ട, അത് ബുദ്ധിമുട്ടാവും. അടുത്തു കണ്ട ഒരു കടയിൽ നിന്ന് ഒരു പത്രം വാങ്ങി മറിച്ചു നോക്കി. തലേന്ന് രാത്രി കൊല ചെയ്യപ്പെട്ട യുവമിഥുനങ്ങളെ കുറിച്ചുള്ള വാർത്തയാണ്. ഇരുവരുടെയും ശിരസ്സറുത്ത് മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണ് ഒന്ന് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. റോഡിലൂടെ ഒരു കാർ ചീറിപ്പാഞ്ഞു വരുന്നു. ബങ്കിനടുത്ത് എത്തിയപ്പോൾ അത് സ്ലോവായി. ആ നിമിഷം അവനത് വ്യക്തമായി കണ്ടു. മുൻപിൽ ഡ്രൈവ് ചെയ്യുന്നയാൾക്ക് സമീപം ഇരിക്കുന്നത് റദർഫോർഡാണ്. ബാക്ക് സീറ്റിൽ ഒരു യുവതിയും 2 കുട്ടികളും. സ്ലോവായ വാഹനം ഹൈവേയിലൂടെ വീണ്ടും കുതിച്ചു പാഞ്ഞു. കുട്ടികൾ അവന് നേരെ കൈവീശി. ഒരു നിമിഷം അവന്റെ മനസ്സൊന്ന് പെടഞ്ഞു. പത്രത്തിൽ കണ്ട ആ യുവമിഥുനങ്ങളെ കൊല്ലാൻ ശ്രമിക്കുമോ? എന്തായാലും പിന്തുടരുകൾ തന്നെ. റെയ്നോൾഡ് ദ്രുതഗതിയിൽ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. പെട്രോൾ അടിച്ച കാശിനായി ജീവനക്കാരൻ എത്തുമ്പോഴേക്കും റെയ്നോൾഡിന്റെ കാർ പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. സെയിൽസ്മാൻ കാറിന്റെ നമ്പറുമായി പോലീസ് കൺട്രോൾ റൂമിലേക്ക് പാഞ്ഞു. റെയ്നോൾഡിന്റെ കാർ പായുക തന്നെയായിരുന്നു. സ്പീഡോമീറ്ററിൽ 100-ൽ വിറച്ചു നിൽക്കുകയാണ് സൂചി. ഓർമ്മ വെച്ച നാൾ മുതൽക്കേ ഡ്രൈവിംഗിൽ എക്സ്പേർട്ട് ആയിരുന്നു. റെയ്നോൾഡ് പല റാലികളിലും പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് മെഡലുകൾ നേടിയെടുത്തിട്ടുമുണ്ട്. ആ എക്സ്പേർട്ട് തന്നെ ധാരാളമായിരുന്നു റെയ്നോൾഡിന്. മുന്നിലെ കാർ കൺമുന്നിൽ ദൃശ്യമായി തുടങ്ങി. അതിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ അവൻ മറ്റൊരു കാര്യം അറിഞ്ഞു. ഇപ്പോൾ ആ കാർ ഡ്രൈവ് ചെയ്യുന്നത് റദർഫോർഡാണ്. ഹൈവേയിലൂടെ സമാന വേഗതയിലൂടെ ഒന്നിച്ചു പായുകയാണ് ഇരു കാറുകളും. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. റദർഫോർഡ് അവന് നേരെ നിറയൊഴിച്ചു. ഒരു നിമിഷം ബ്രേക്കിൽ കാലമർത്തിക്കൊണ്ട് അവൻ തല താഴ്ത്തി. വെടിയുണ്ട വന്ന് തറച്ചത് സീറ്റിന്റെ ഹെഡ് റെസ്റ്റിലാണ്. എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ലായിരുന്നു. തല ഉയർത്തി നോക്കിയപ്പോ മുമ്പിലെ കാർ വളരെ ദൂരം പിന്നിട്ടിരിക്കുന്നു. ഒരു തീവണ്ടി എഞ്ചിന്റെ മുഴക്കമായിരുന്നു മനസ്സിന്. ഏതോ ഒരു ആന്തരിക പ്രേരണയാൽ എന്നവണ്ണം അവന്റെ കൈകൾ ഗിയർ റാഡിലേക്ക് നീണ്ടു.
കാർ ഒരു കുതിപ്പോടെ മുന്നോട്ടേക്ക്. ഏറെ ദൂരം പോകേണ്ടി വന്നില്ല. ദൂരെ റോഡരികിലായി നിർത്തിയിട്ടിരിക്കുന്ന ആ കാർ കണ്ടു. വണ്ടി സ്ലോ ചെയ്ത് ആ കാറിനകത്തേക്ക് അവൻ ഒന്നേ നോക്കിയുള്ളൂ. അവന്റെ ശരീരം വിറച്ചു തുടങ്ങി. നാവ് വരണ്ടു. രക്തത്തിൽ കുളിച്ച മരിച്ചു കിടക്കുന്ന 4 ജഡങ്ങൾ. കുഞ്ഞുങ്ങളുടെ ശിരസ് അറുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആ നിമിഷം പിന്നിൽ നിന്നും വളരെ വേഗതയിൽ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. ജീപ്പിൽ നിന്നും ചാടിയിറങ്ങിയ ബയണറ്റേന്തിയ പോലീസുകാർ അവന്റെ കാറിനെ വളഞ്ഞു. ജഡങ്ങൾ പരിശോധിച്ച ഇൻസ്പെക്ടർ അവന് നേരെ തോക്ക് ചൂണ്ടി കാറിൽ നിന്നിറങ്ങാൻ ആജ്ഞാപിച്ചു. സർ, അവന് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. ഇറങ്ങ്. അവൻ കാറിൽ നിന്നിറങ്ങി. പെട്രോൾ ബില്ല് പോലും അടയ്ക്കാതെ പാഞ്ഞു വന്നത് ഇവരെ തട്ടാനായിരുന്നു അല്ലടാ റാസ്കൽ. വാക്കുകൾ പോലും കിട്ടാതെ ജീവനുള്ള ഒരു ശവം കണക്കെ മിഴിച്ചു നിൽക്കുകയായിരുന്നു അവൻ. കയ്യിൽ ഇൻസ്പെക്ടർ വിലങ്ങ് കാണിക്കാൻ തുടങ്ങിയപ്പോ അവൻ പറഞ്ഞു, ഞാനല്ല സർ, ഞാനല്ല. അവന് കൂടുതലൊന്നും പറയാനായില്ല. അതിനു മുമ്പ് ഇൻസ്പെക്ടർ കൈ അവന്റെ കഴുത്തിന് പിടിച്ചു. സർ, ഞാനല്ല, എനിക്കൊന്നും അറിയില്ല, അവൻ ഒരുവിധം പറഞ്ഞു. ഒന്നും അറിയില്ല, പാവം. അവനെ ജീപ്പ് കയറ്റ്. 2 പോലീസുകാരെ അവിടെ നിർത്തിയ ശേഷം അവനെയും കൊണ്ടവർ യാത്രയായി. ജീപ്പിൽ നിന്ന് പുറത്തേക്ക് ഓടി അകലുന്ന ദൃശ്യങ്ങൾ നോക്കിയിരിക്കെ അവന്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. ഏത് ശപിക്കപ്പെട്ട മുഹൂർത്തത്തിലാണ് താൻ യാത്ര തിരിച്ചത്. ഈശ്വര, എല്ലാ കുറ്റങ്ങളും എന്റെ തലയ്ക്കാണല്ലോ വന്നു വീണത്. നാളത്തെ പത്രങ്ങൾ കൊലപാതകിയായ തന്റെ ഫോട്ടോയുമായിട്ടായിരിക്കും ഇറങ്ങുക. ഇല്ല, താൻ രക്ഷപ്പെടും. തനിക്ക് രക്ഷപ്പെടാനാവും. താൻ കുറ്റക്കാരനല്ല. റദർഫോർഡ്, അവൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ജീപ്പിലിരുന്ന് അകലെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ടൗൺ കണ്ടു. താൻ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റേഷനിൽ ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സത്യങ്ങളൊക്കെ തുറന്നു പറയാം. അന്വേഷിച്ചു കഴിയുമ്പോൾ തന്റെ നിരപരാധിത്വം അവർക്ക് ബോധ്യപ്പെടും. പത്രത്തിൽ കണ്ട യുവമിഥുനങ്ങൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ താൻ ഹോസ്റ്റലിലായിരിക്കുമല്ലോ. സിൽവിയ, അവളെക്കുറിച്ച് ഓർത്തപ്പോൾ ഹൃദയം നുറുങ്ങി. അവൾ തന്നെ കണി കണ്ടു ഉണരണമെന്ന ഒരൊറ്റ മോഹം കണ്ടാണ് രാത്രി തന്നെ പുറപ്പെട്ടത്. അല്ലെങ്കിൽ കാലത്തെ വരുമായിരുന്നുള്ളൂ. ഇനിയും എന്തെല്ലാമാണാവോ സംഭവിക്കാൻ പോകുന്നത്. ജീപ്പ് നഗരത്തോടടുത്തു. പോലീസ് സ്റ്റേഷന് മുമ്പിൽ ചെന്ന് നിന്നു. ഇറങ്ങടാ, ഇൻസ്പെക്ടറുടെ മയമില്ലാത്ത ശബ്ദം. ഇറങ്ങി. നടക്ക. അവരവനെ സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോയി. അകത്ത് ചെന്ന ഉടനെ ഇൻസ്പെക്ടർ ആർക്കെല്ലാമോ വയർലെസ് മെസ്സേജ് കൈമാറി. പിന്നെ തൊപ്പിയൂരി മേശപ്പുറത്ത് വെച്ച് അവന് മുമ്പിൽ വന്നു നിന്നു. തോക്കുകൾ ചുവരിൽ ചാരി വെച്ച് 4 പോലീസുകാർ അവന് ചുറ്റും വട്ടം പിടിച്ചു നിന്നു. അവർക്കിടയിൽ നിന്നും അവൻ വിറച്ചു. ഇൻസ്പെക്ടറുടെ ചുവന്ന കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവന്റെ ഭയം ഇരട്ടിച്ചു. എന്താടാ നിന്റെ പേര്? ഇൻസ്പെക്ടറുടെ പരുക്കൻ ശബ്ദം. റെയ്നോൾഡ്, അവൻ പതുക്കെ പറഞ്ഞു. ചോദ്യങ്ങൾക്ക് ശരിയായി മറുപടി തന്നാ നിനക്ക് നല്ലത്, അല്ലെങ്കിൽ. അവനൊന്നും മിണ്ടിയില്ല. ഭീതി നിറഞ്ഞ മിഴികളുമായി ഇൻസ്പെക്ടറെ ഉറ്റുനോക്കി. ഇന്നലെ രാത്രിയിൽ 2 പേർ, ഇന്നിതാ 4 പേർ. എന്തിനായിരുന്നു ഈ കൊലപാതകങ്ങൾ? നോ സർ, എനിക്കറിയില്ല. ഇതൊന്നും ഞാൻ ചെയ്തതല്ല. അവന് മുഴുമിപ്പിക്കാനായില്ല. അതിനു മുമ്പ് ഇൻസ്പെക്ടർ തല ഉയർത്തി അവന് പിന്നിൽ നിൽക്കുന്ന പോലീസുകാരെ നോക്കി. അവൻ പ്രതീക്ഷിക്കാത്ത നിമിഷം പിന്നിൽ നിന്നും പുറത്തേക്ക് ഊക്കോടെ ഒരു ചവിട്ട് കിട്ടി. അവൻ കുനിഞ്ഞ് ഇൻസ്പെക്ടറുടെ മുന്നിൽ വീഴുന്നതിന് മുമ്പ് അയാൾ അവന്റെ കോളറിൽ പിടിച്ചു പൊക്കി. ഒപ്പം വലതുമുഷ്ടി കൊണ്ട് വയറ്റിലേക്ക് ആഞ്ഞടിച്ചു. കൈകൾ വയറിൽ അമർത്തിപ്പിടിച്ച് തുറിച്ച കണ്ണുമായി അവൻ അലറി വിളിച്ചു, അമ്മേ. ഇൻസ്പെക്ടർ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് വീടല്ല, പോലീസ് സ്റ്റേഷനാണ്. അയാളുടെ പുരുകം താണു. കണ്ണുകൾ ചെറുതായി. മുഖത്ത് പൈശാചികമായ ഭാവം പടർന്നു. പല്ല് ഞെരിച്ചുകൊണ്ട് അയാൾ അവന്റെ തിങ്ങി ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന മുടിയിൽ ഇടത് കൈ കൊണ്ട് പിടിച്ചു പൊക്കി. അവൻ വേദന കൊണ്ട് പൊളഞ്ഞു. സർ, എന്നെ വിടൂ, ഞാൻ നിരപരാധിയാണ്, എനിക്കൊന്നും അറിയില്ല, അവൻ കേണപേക്ഷിച്ചു. ഓഹോ, അപ്പൊ നീ പറയില്ല എന്ന് തന്നെയാണ്. എന്നാ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അയാൾ തലമുടിയിലെ പിടിവിട്ടു. ഇരുഭാഗത്തു നിന്നിരുന്ന പോലീസുകാർ അവന്റെ 2 കൈകളിലും ബലമായി പിടിച്ചു. ഇൻസ്പെക്ടർ 2 കൈകളുടെയും തള്ളവിരലുകൾ കൊക്കിയുടെ രൂപത്തിലാക്കി അവന്റെ കവിളിലേക്കിട്ട് ഇരുഭാഗത്തും ആഞ്ഞു വലിച്ചു. സ്റ്റേഷനിൽ വേദന കൊണ്ടുള്ള ഞരക്കത്തിന്റെ ശബ്ദമുയർന്നു. അവന്റെ ചുണ്ടിന്റെ കോണുകൾ വിണ്ടുകീറി. രക്തം താടിയിലൂടെ ഒഴുകി. ഇൻസ്പെക്ടർ പിടിവിട്ടു. അവനാകെ തളർന്നിരുന്നു. പറയടാ. ഇൻസ്പെക്ടർ അവന്റെ തലയിലേക്ക് ആഞ്ഞടിച്ചു. മിഴികളിൽ ഇരുൾ നിറയുന്നതും തല കറങ്ങുന്നതും അവൻ അറിഞ്ഞു. അവൻ അവിടെ കുഴഞ്ഞു വീണു. നിമിഷങ്ങൾ കഴിഞ്ഞു. പോലീസുകാരിൽ ഒരാൾ അവന്റെ മുഖത്ത് വെള്ളം തളിച്ചു. അവൻ മിഴി തുറന്നു.
നിരന്നു നിൽക്കുകയാണ് ഇൻസ്പെക്ടറും പോലീസുകാരും. ഒരാൾ അവനെ പിടിച്ചുയർത്തി ചുമരോട് ചേർത്ത് നിർത്തി. വേറൊരാൾ നീണ്ട ചവണ ഇൻസ്പെക്ടറെ ഏൽപ്പിച്ചു. ക്രൂരഭാവത്തോടെ ഇൻസ്പെക്ടർ ചവണയുമായി അവന് നേർക്കടുത്തു. പെട്ടെന്ന് വെളിയിൽ വെടിപൊട്ടി. രണ്ടുപേരുടെ അലർച്ചയും. ഞെട്ടിത്തിരിഞ്ഞ ഇൻസ്പെക്ടർ കണ്ടു വാതിൽക്കൽ മെഷീൻ ഗണ്ണുമായി അജാനുബാഹുവായ ഒരാൾ. റെയ്നോൾഡിന്റെ അതരം മെല്ലെ മന്ത്രിച്ചു, റദർഫോർഡ്. പക്ഷെ അപ്പോഴേക്കും ചുറ്റും വെടിപൊട്ടിയിരുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. ഇൻസ്പെക്ടറും പോലീസുകാരും പിടഞ്ഞു വീണു മരിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ റെയ്നോൾഡ് പകച്ചു നിൽക്കുമ്പോൾ റദർഫോർഡ് പറഞ്ഞു, രക്ഷപ്പെട്ടോളൂ, വേഗം. അയാൾ തിരിഞ്ഞു നടന്നു. തറ മുഴുവൻ രക്തക്കളമായിരിക്കുന്നു. അവൻ വേഗം പുറത്തേക്കിറങ്ങി. അവിടെ പാറാവ് നിന്നിരുന്ന 2 പോലീസുകാരും വെടിയേറ്റു മരിച്ചു കിടക്കുന്നു. അപ്പോഴാണ് അവൻ അത് കണ്ടത്. മുറ്റത്ത് ഒരു മോട്ടോർ സൈക്കിൾ, അതിന്റെ സീറ്റിൽ വണ്ടിയുടെ താക്കോൽ. എവിടെ റദർഫോർഡ്? അവൻ ചുറ്റും നോക്കി, പക്ഷെ കണ്ടില്ല. ഇത്ര വേഗം അയാൾ എങ്ങോട്ടാണ് കടന്നു കളഞ്ഞത്? അവിടെ നിൽക്കുന്നത് വളരെ അപകടമാണെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങി. ഇതൊക്കെയും ഒരു സ്വപ്നം തന്നെയാണോ? അവന്റെ സംശയം അതായിരുന്നു. പക്ഷേ കവിളിലെ നീറ്റൽ കൊണ്ട് അവൻ ഒന്നറിഞ്ഞു, കഴിഞ്ഞതൊന്നും സ്വപ്നമല്ല, യാഥാർത്ഥ്യം തന്നെ. കർച്ചീഫ് എടുത്ത് അവൻ കവിളിലെ രക്തം തുടച്ചു. വിശാലമായി കിടക്കുന്ന കരിമണൽ പ്രദേശങ്ങൾ, മുഖത്തേക്ക് അടിക്കുന്ന തണുത്ത കാറ്റ്, എല്ലാറ്റിനും സാക്ഷിയായി നിൽക്കുന്ന പടിഞ്ഞാറൻ ചെരുവിലെ ഒറ്റപ്പെട്ട നക്ഷത്രം. റദർഫോർഡ്. ആരാണ് അയാൾ? എന്താണ് അയാളുടെ ഉദ്ദേശം? അത് തന്നെയായിരിക്കുമോ അയാളുടെ ശരിയായ പേര്? പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്ഷണവേഗം കൊണ്ട് അയാൾ എങ്ങോട്ടാണ് മറിഞ്ഞത്? ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അയാളുടെ മനസ്സിനെ വലയം ചെയ്തു. സമയം 7:45. ഇപ്പോഴവൻ സ്വന്തം നഗരത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. താമസിയാതെ തന്നെ സിൽവിയയുടെ വീടിന് മുന്നിൽ അവൻ എത്തി. ബൈക്ക് ഷെഡിൽ കയറ്റിയപ്പോൾ തന്നെ വേലക്കാരി വന്ന് വാതിൽ തുറന്നു. സിൽവി എണീറ്റോ? അവൻ തിരക്കി. ഉവ്വ്, കുളിക്കുകയാണ്, അവർ പറഞ്ഞു. അവൻ വേഗം സ്റ്റെയർ കേസ് കയറി മുകളിലെത്തി. സിൽവിയയുടെ മുറിയിലെത്തിയപ്പോൾ ഷവറിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം. അവൻ കട്ടിലിൽ കൈകൾ അമർത്തിക്കിടന്നു. കഴിഞ്ഞ രാത്രിയിൽ നടന്നതൊക്കെയും എന്തോ കണ്ടുമറന്ന എണ്ണച്ചായ ചിത്രങ്ങൾ പോലെ അവന്റെ ഉൾക്കണ്ണിലൂടെ മിന്നി മറഞ്ഞുകൊണ്ടിരുന്നു. ഷവറിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദം നിലച്ചു. വസ്ത്രങ്ങൾ ധരിച്ച് സിൽവിയ കടന്നു വന്നു. തന്റെ കട്ടിലിൽ കയറി കിടക്കുന്നയാളെ കണ്ട് അവൾ ഞെട്ടി. റെയ്നോൾഡ് ആണെന്ന് അറിഞ്ഞപ്പോ അവളുടെ മുഖം വികസിച്ചു. കണ്ണടച്ച് തളർന്നു കിടക്കുകയാണ് റെയ്നോൾഡ്. കട്ടിലിൽ വന്നിരുന്ന് അവന്റെ മുടിയിഴകളിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് പതുക്കെ വിളിച്ചു, റെയ്നോൾഡ്. അവൻ കണ്ണു തുറന്നു. ചുവന്നു തൊടുത്ത ഒരു പുഷ്പം പോലെ അരികിൽ സിൽവിയ. സ്നേഹം കൊണ്ട് അവളുടെ കീഴ്ചുണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ മെല്ലെ കട്ടിലിൽ എണീറ്റിരുന്നു. അവന്റെ ഉന്മേഷമില്ലായ്മ അവളെ അമ്പരിപ്പിച്ചു. നീണ്ട 8 മാസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. എന്നിട്ടും എന്തേ റെയ്നോൾഡിന്? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ റെയ്നോൾഡ്. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ പോലും തന്നെ അനങ്ങാൻ പോലും വിടാതെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന റെയ്നോൾഡാണോ ഇത്? പരവശമായിരിക്കുന്ന അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു, റെയ്നോൾഡ്. എന്തു പറ്റി റെയ്നോൾഡ്? അവളുടെ ശബ്ദം പതറിയിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ അവളെ ഇറുകെ പുണർന്ന് അവളുടെ തോളിൽ തലചായ്ച്ചുകൊണ്ട് വിളിച്ചു, എന്റെ സിൽവി. അവളുടെ അമ്പരപ്പും ആകാംക്ഷയും വർദ്ധിച്ചു. അവനെ പിടിച്ചു മാറ്റി. കൈകളിൽ ഇറുകെ പിടിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്തു പറ്റി റെയ്നോൾഡ്? എന്താണ് സംഭവിച്ചത്? എന്നോട് പറയൂ. പറയാം, എല്ലാം പറയാം. വാതിൽ ലോക്ക് ചെയ്യൂ. അവൾ പെട്ടെന്ന് വാതിൽ ലോക്ക് ചെയ്തു. റെയ്നോൾഡ് സാവധാനം എണീറ്റ് ജനാലയ്ക്കിൽ ചെന്ന് നിന്നു. തുറന്നു കിടന്ന ജനാലയുടെ കമ്പികൾക്കിടയിലൂടെ സജീവമായി തുടങ്ങുന്ന നഗരത്തെ നോക്കി നിന്നു. സിൽവിയുടെ കൈ അയാളുടെ തോളിൽ അമർന്നു. സിൽവി, ഞാനിപ്പോ മഹാവിപത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. അവൻ സംഭവം വിവരിച്ചു തുടങ്ങി. മുത്തശ്ശി കഥ കേൾക്കാൻ വെമ്പുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ ആകാംക്ഷയോടെ അവൾ അത് കേട്ടു തുടങ്ങി. അവളുടെ കണ്ണുകളിലെ അവിശ്വസനീയതയും പിന്നീട് ആ മുഖം വിവർണമാകുന്നതും അവൻ കണ്ടു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിമിഷ നേരത്തേക്ക് അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. എന്തോ പറയാനായി തുനിഞ്ഞതും പുറത്ത് ഒരു വാഹനത്തിന്റെ ശബ്ദം. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവൾ ജനലിലൂടെ ആ കാഴ്ച കണ്ടു ഞെട്ടി. ഗേറ്റ് കടന്നു വരുന്ന ഒരു പോലീസ് ജീപ്പ്. സിൽവിയ വാതിൽ തുറന്നപ്പോൾ മുന്നിൽ ഡെസിയും മറ്റൊരു കൂട്ടുകാരി സ്റ്റെല്ലയും. അവളുടെ ശ്വാസം നേരെ വീണു. സിൽവി, റെയ്നോൾഡിന് എന്തു പറ്റി? ഡെസി തിരക്കി. ഒന്നും പറയാതെ സിൽവി അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നപ്പോൾ ഡെസി പറഞ്ഞു, പുലർച്ചെ ഫോൺ വന്നാണ് ഡാഡി പോയത്. മടങ്ങി വന്ന വിവരമൊക്കെ എന്നോട് പറഞ്ഞു.
ഇന്നലെ രാത്രിയും കുറെ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. ഒരു SIയും 8 പോലീസുകാരും, പിന്നെ ഒരു ചെറിയ കുടുംബവും. കൊച്ചുകുട്ടികളുടെ തലയൊക്കെ അറുത്ത് മാറ്റിയിട്ടിരിക്കുകയാണത്രേ. ഓ, എന്തൊരു ക്രൂരതയാണിത്. തികട്ടി വന്ന കരച്ചിൽ അടക്കി പിടിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു സിൽവിയ. പക്ഷെ സിൽവി, സംഭവ സ്ഥലത്തു നിന്ന് കിട്ടിയത് റെയ്നോൾഡിന്റെ കാറും സാധനങ്ങളുമാണ്. പോലീസിന്റെ നീക്കം റെയ്നോൾഡിനെ വലയിലാക്കാനാണ്. പക്ഷെ അതൊക്കെ ഉപയോഗിച്ച് റെയ്നോൾഡ് എങ്ങ് പോയി? പോലീസിനെ കുഴക്കുന്നത് അതാണ്. നോക്കൂ സിൽവി, താമസിയാതെ റെയ്നോൾഡിനെ അന്വേഷിച്ച പോലീസ് ഇവിടെ എത്തും. റെയ്നോൾഡ് ഇവിടെ വന്നിട്ടുണ്ടാവുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഇതിന്റെയൊക്കെ പിന്നിൽ? ഡെസി സിൽവിയുടെ മുഖത്തേക്ക് നോക്കി. സിൽവി പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഡെസിയുടെ തോളത്തേക്ക് വീണു. നോ, എന്റെ റെയ്നോൾഡിന് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്റെ റെയ്നോൾഡ് നിരപരാധിയാണ്, നിരപരാധിയാണ്. സിൽവി, പ്ലീസ് കരയരുത്. പറയൂ, എന്താണ് സംഭവിച്ചത്? ഞാൻ പറയാം. ശബ്ദം കേട്ട് ജെസി തല ചരിച്ചു. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന റെയ്നോൾഡ് എല്ലാം തുറന്നു പറഞ്ഞു. നോക്കൂ റെയ്നോൾഡ്, എങ്കിൽ എന്നോടൊപ്പം വീട്ടിലേക്ക് വരൂ. ഡാഡിയോട് എല്ലാം തുറന്നു പറഞ്ഞാ മതി. എന്നിട്ടെന്താ? സത്യം ബോധ്യപ്പെടുത്തുക. യഥാർത്ഥ കുറ്റവാളിയെ പിടിക്കാൻ പോലീസിന് അത് സഹായകമാകും. കിട്ടിയില്ലെങ്കിൽ? ആരും ഒന്നും മിണ്ടിയില്ല. എങ്കിൽ കഴിവതും വേഗം റെയ്നോൾഡ് ഇവിടെ നിന്ന് മാറണം. പോലീസ് ഇപ്പോഴിങ്ങെത്തും, ഡേസി ഓർമ്മപ്പെടുത്തി. അതേ രക്ഷയുള്ളൂ. ഏതോ ദൃഢനിശ്ചയമെടുത്ത രീതിയിലായിരുന്നു റെയ്നോൾഡിന്റെ ഭാവവും സംസാരവും. സിൽവി, സത്യം തെളിയിക്കപ്പെടുമെന്ന വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ പോകുന്നു. എവിടെയാണെങ്കിലും ഞാൻ നിന്നെ വിളിക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. സങ്കടം സഹിക്കാനാവാതെ അവൾ ബെഡിൽ മുഖം അമർത്തി കരഞ്ഞു. അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവന്റെ മാറിലേക്ക് വീണവൾ തേങ്ങി. കണ്ണീർ വീണ് നനഞ്ഞ അവളുടെ ചുവന്ന കവിളിൽ മുഖം അമർത്തി ചുംബിച്ച് അവൻ യാത്ര ചോദിച്ചു. വരട്ടെ. പിന്നൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ വാതിൽ തുറന്ന് അവൻ വേഗം ഗോവണി കയറിപ്പോയി. എന്റെ റെയ്നോൾഡിനെ എനിക്ക് നഷ്ടപ്പെട്ട. വാക്കുകൾ പൂർത്തിയാക്കാനാവാതെ അവൾ പൊട്ടിക്കരഞ്ഞു. ഡേസിയുടെയും സ്റ്റെല്ലയുടെയും കണ്ണുകൾ നിറഞ്ഞു. സിൽവിയെ അവൻ സാന്ത്വനിപ്പിച്ചു. സിൽവി, എല്ലാം തുറന്നു പറയുന്നതാണ് ഭംഗി. എല്ലാ തെളിവുകളും റെയ്നോൾഡിന് എതിരല്ല. ഇവിടുത്തെ ആദ്യത്തെ കൊലപാതകം നടക്കുമ്പോ റെയ്നോൾഡ് കോളേജിലല്ലേ? ഛേ, റെയ്നോൾഡ് ചെയ്തത് തെറ്റായിപ്പോയി. വരൂ, നമുക്കെങ്കിലും എല്ലാം ചെന്ന് തുറന്നു പറയാം. അത് ശരിയാണെന്ന് സിൽവിയയ്ക്കും തോന്നി. അവൾ അവരുടെ കൂടെ യാത്രയായി. ബൈക്ക് നഗരത്തിലൂടെ പായുമ്പോൾ റെയ്നോൾഡ് ചിന്തിച്ചു, ഇന്നത്തെ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു കാണുമോ? ഉണ്ടാവാൻ വഴിയില്ല. കാരണം പുലർച്ചെയാണല്ലോ സംഭവങ്ങളൊക്കെ നടന്നത്. നാളത്തെ പത്രത്തിൽ ഒരുപക്ഷെ തന്റെ ഫോട്ടോ അച്ചടിച്ചുവെന്ന് വരാം. എങ്കിൽ പകലൊന്നും തനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഒരുപക്ഷെ അതിന് നാളെ തന്നെ ആവണമെന്നില്ല. ഇന്ന് തന്നെ TV-യിലെ വാർത്തയിൽ ഫോട്ടോ വരുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം. എന്തായാലും താൻ കുടുങ്ങി. ഇതിൽ നിന്ന് ഇനി രക്ഷപ്പെടാൻ എന്താണ് വഴി? അതാണ് ചിന്തിക്കേണ്ടത്. എത്രയും വേഗം താൻ തന്റെ സുഹൃത്തിനടുത്തേക്ക് ചെല്ലേണ്ടിയിരിക്കുന്നു. ചിലപ്പോ തന്നെ രക്ഷിക്കാനായി എന്തെങ്കിലും ഒരു മാർഗം അവൻ കാണാതിരിക്കില്ല. എബ്രഹാം തോമസ്. ഹൈസ്കൂളിൽ വെച്ചാണ് തങ്ങൾ ആദ്യമായി കാണുന്നത്. അന്ന് തുടങ്ങിയ ആ നല്ല സൗഹൃദം ഇതുവരെ ഉലഞ്ഞിട്ടില്ല. കോളേജിലും തങ്ങൾ ഒന്നിച്ചു തന്നെയായിരുന്നു. പ്രസിദ്ധി ആർജിച്ച ക്രിമിനൽ വക്കീലാണ് അവന്റെ ഫാദർ, മിസ്റ്റർ ജോസ് ഡാനിയൽ. കഴുകിക്കളയാൻ ശ്രമിച്ച മുൻ മന്ത്രിയുടെ ബലാത്സംഗ കേസ് പോലും വളരെ വിദഗ്ധമായി തെളിയിച്ച് കഠിന തടവ് മേടിച്ചു കൊടുത്തയാളാണ് അദ്ദേഹം. എബ്രഹാമിനെ കണ്ടാൽ അവൻ എന്തെങ്കിലും ഒരു മാർഗം നിർദ്ദേശിക്കാതിരിക്കില്ല. അതെന്തായാലും സ്വീകരിക്കുക തന്നെ. പണ്ടും അങ്ങനെ തന്നെ. തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമ്പോ അവനെ തന്നെയാണ് സമീപിക്കാറ്. കാര്യങ്ങളുടെ ഗൗരവം കണ്ടറിഞ്ഞ് പരിഹാരം നിർണയിക്കുന്നതിനുള്ള അവന്റെ കഴിവെന്ന് വേറെ തന്നെയാണ്. അക്കാര്യത്തിൽ പലപ്പോഴും തനിക്ക് അവനോട് അസൂയ തോന്നിയിട്ടുണ്ട്. അത് തുറന്നു പറഞ്ഞാൽ അവൻ പൊട്ടിച്ചിരിക്കും. പിന്നെ പറയും, പാട്ടും കൂത്തും ഡാൻസും പ്രേമവും ഒക്കെയായി എപ്പോഴും പിള്ള ചമഞ്ഞ് നടന്ന പോരെ മോനെ. കുറച്ചൊക്കെ ചിന്തിക്കാനും വായിക്കാനും ചുറ്റുപാടുകളെ കുറിച്ച് അറിയാനും ഒക്കെ ശ്രമിക്കണം. പക്ഷേ 1-2 തവണ താൻ അവനെയും സഹായിച്ചിട്ടുണ്ട്. ഒരു തരം രക്ഷപ്പെടുത്തൽ. കോളേജിന് പുറത്തുമൊക്കെ വെച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ച് തെറ്റി ചിലരുമായി അടി ഉണ്ടാവുമ്പോഴൊക്കെ ഒരു ബോഡി ഗാർഡിനെ പോലെ താൻ അവനടുത്തേക്ക് ഓടിയെത്തിയിട്ടുണ്ട്. ഒരു നല്ല കരാട്ടെ അഭ്യാസിയാണ് താനെന്നറിയുന്നത് കൊണ്ട് ഒരാളും അടുക്കുകയില്ല. ചിലരൊക്കെ വാശിയോടുകൂടി സംഘടിച്ച് തന്നോട് ഏറ്റുമുട്ടാനായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരെയൊക്കെ താൻ ഒതുക്കിയിട്ടുമുണ്ട്. മാസങ്ങൾക്ക് ശേഷമാണ് താൻ അവനെ കാണാൻ പോകുന്നത്. തന്നെ കാണുമ്പോൾ എന്തായിരിക്കും അവന്റെ അവസ്ഥ?
അതിനു മുമ്പ് വീട്ടിലേക്ക് ചെല്ലണം. ഡാഡിയെയും മമ്മിയെയും കാണണം. എല്ലാം തുറന്നു പറയണം. നഗരാതിർത്തിയും കഴിഞ്ഞ് ബൈക്ക് മുന്നോട്ട് നീങ്ങുമ്പോ എത്രയും വേഗം വീടെത്താനുള്ള വെമ്പലായിരുന്നു അവന്. ഡെസിയുടെ വീടെത്തിയപ്പോ തന്നെ മുറ്റത്ത് അനേകം കാറുകളും ജീപ്പുകളും കിടക്കുന്നത് സിൽവി കണ്ടു. അകത്ത് കുറേയേറെ പോലീസ് ഓഫീസർമാർ. സിൽവിയെ തിരിച്ചറിഞ്ഞ DIG പറഞ്ഞു, വരൂ. അവൾ പറഞ്ഞതനുസരിച്ച് അവൾ ഇരുന്നു. റെയ്നോൾ വന്നിരുന്നല്ലേ? അതെ. എന്നിട്ട്? അവൾ എല്ലാം തുറന്നു പറഞ്ഞു. പലരുടെയും കണ്ണുകൾ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ തല താഴ്ത്തിയിരുന്നു. DIGയുടെ അടുത്ത് ചെന്ന് ഡെസി ചെവിയിൽ പറഞ്ഞു, ഡാഡി, റെയ്നോൾഡ് അയാളുടെ വീട്ടിലേക്കാണ് പോയത്. എങ്ങനെയെങ്കിലും അയാളെ രക്ഷിക്കണം. DIGയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. വയർലെസ് എടുത്ത് അയാൾ പുറത്തേക്ക് നടന്നു. പിന്നെ കൺട്രോൾ റൂമിലേക്ക് മെസ്സേജ് കൊടുത്തു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.